ഇവിടെ SFI പ്രവർത്തകർ അവിടേക്ക് പരിപാടി ഹാളിലേക്ക് നീങ്ങാൻ പോകുന്നു. അവരെ പക്ഷേ പോലീസ് തടയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. SFI പ്രവർത്തകരെ ഇവിടെ നിന്ന് പോലീസ് കസ്റ്റഡി നീക്കാനാകും ശ്രമം. അതായത് SFI പ്രവർത്തകരുമായി ഇപ്പോൾ ഉന്തും തള്ളും ഉണ്ടാവുകയാണ്. പരിപാടിയിലേക്ക് കടക്കാൻ, പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള SFIയുടെ ശ്രമമായിരുന്നു. പക്ഷേ പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുകയാണ്. അവിടേക്ക് പോകാൻ കഴിയുന്ന നിലപാടിലേക്ക് പോലീസ് എത്തുന്നു. പരിപാടി തടസ്സപ്പെടുത്താൻ കഴിയുന്ന നിലപാടിലേക്ക് പോലീസ് എത്തുന്നു. ഗവർണർ എത്തില്ലെങ്കിൽ പോലും പരിപാടിയുടെ നടത്തിപ്പിന് വേണ്ടിയുള്ള ഇടപെടൽ പോലീസ് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ SFI പ്രവർത്തകർ ഇവിടെ നിന്ന് കസ്റ്റഡി എടുത്തിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പോലീസ് നേരിയ ഉന്തും തള്ളുമുണ്ട്, നേരിയ സംഘർഷമുണ്ട്. പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിക്കുകയാണ്. ശക്തമായ പിടിവലി SFI പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാൻ പോലീസ് ശ്രമിക്കുന്നതിന്റെ ഭാഗമായുള്ള സംഘർഷമാണിത്. പോലീസ് പ്രവർത്തകരുമായി ശക്തമായ ഉന്തും തള്ളുമുണ്ടാകുന്നു. സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഒരു പോലീസ് നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന സൂചനയാണ് ഇപ്പോൾ കാണുന്നത്. അതിശക്തമായ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്ത്. പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതൊരുന്തും തള്ളിലേക്കുമായി കാര്യങ്ങൾ നീങ്ങുകയാണ്. പോലീസിനെ പ്രവർത്തകരുടെ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിശക്തമായ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള പോലീസ് ശ്രമം പാളുകയാണ്. കൂടുതൽ പോലീസുകാർ അവിടേക്ക് എത്തുന്നു. പ്രവർത്തകരുമായി ഉന്തും തള്ളും ഒരു ലാത്തിച്ചാർജിന്റെ വക്കോളം എത്തുന്നു. സംഘർഷം സർവകലാശാല ആസ്ഥാനത്ത് പോലീസും SFI പ്രവർത്തകരുമായുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിശക്തമായ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നു. ഗവർണർ പിന്തിരിഞ്ഞെങ്കിലും ഒരു കാരണവശാലും ഈ പരിപാടി നടത്താൻ അനുവദിക്കുന്ന നിലപാടിലാണ് SFI പ്രവർത്തകരുള്ളത്. അതാണ് ഇത്തരം സംഘർഷാത്മകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചു. ഒരു കാരണവശാലും ഈ പരിപാടി തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ല, അവിടേക്ക് പോകാൻ അനുവദിക്കുന്ന നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. അതിന്റെ ഭാഗമായുള്ള സംഘർഷമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഏതാനും പ്രവർത്തകരെ ഇതിനകം പോലീസ് കസ്റ്റഡി എടുത്ത് വാനിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയും ഈ രീതിയിലുള്ള തീർച്ചയായും അരുൺ ഇപ്പോൾ ആ ഹാളിനുള്ളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോലീസ് പ്രവർത്തകരെ ലാത്തി ഉപയോഗിച്ച് തല്ലുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാമായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഹാളിനുള്ളിൽ നടക്കുന്നു. ഇപ്പോൾ അവിടെ ABVP പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന വിവരം ലഭിക്കുന്നു. അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നു. അപ്പോൾ പോലീസുമായും ഉന്തും തള്ളും അവനുള്ളിൽ നടക്കുന്നു എന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അകത്തും പുറത്തും കേരള സർവകലാശാല സെനറ്റ് ഹാളിന് അകത്തും പുറത്തും ഇപ്പോൾ പ്രശ്നം നടക്കുകയാണ്. പുറത്ത് SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിക്കുമ്പോൾ പ്രവർത്തകർ അത് പ്രതിരോധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് വാക്കേറ്റത്തിലേക്ക് എത്തുന്നു. സെനറ്റ് ഹാളിനുള്ളിൽ ABVP പ്രവർത്തകരും മറ്റ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന വിവരമാണ് വരുന്നത്. SFI പ്രവർത്തകരും ABVP പ്രവർത്തകരും തമ്മിൽ, BJP പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ട് എന്ന വിവരം വരുന്നു. എന്തായാലും ഇതിന്റെ സംഘാടകരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഹാളിനുള്ളിലാണ് കൂടുതൽ സംഘർഷഭരിതമായ അന്തരീക്ഷം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഈ സംഘാടകരും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും ഏറ്റുമുട്ടുന്നു. പോലീസ് അത് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് മനസ്സിലാകുന്നു. പുറത്ത് SFI പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് പോലീസ് വാഹനത്തിനുള്ളിലേക്ക് കയറ്റുന്നതുമാണ് നമ്മൾ കാണുന്നത്. അരുൺ, കൂടുതൽ സംഘർഷം ഹാളിനുള്ളിലേക്ക് പടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് പോലീസ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. സംഘാടകരുമായാണോ അവിടെ ഏറ്റുമുട്ടൽ? അതിലേക്ക് വരാം. എന്തായാലും നേരിയ ഒരു അയവ് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ നീക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കാനുള്ള ജാഗ്രത പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോഴും സെനറ്റ് ഹാളിലെ പരിപാടി റദ്ദാക്കിയിട്ടുണ്ട് എന്ന വിവരം വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്ത സാഹചര്യത്തിൽ അകത്തും പുറത്തും, സെനറ്റ് ഹാളിനകത്തും പുറത്തും സംഘർഷം എന്ന സാഹചര്യത്തിൽ പരിപാടി റദ്ദാക്കിയെന്ന വിവരമാണ് വരുന്നത്. ഔദ്യോഗികമായി അത് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ
പുറത്ത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള ഇടപെടലാണ് അവിടെ പോലീസ് നടത്തുന്നത്. വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ സ്വകാര്യ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് സംഘർഷത്തിലെത്തി നിൽക്കുന്നത്. നാടകീയ രംഗങ്ങൾക്ക് കഴിഞ്ഞ കുറെ നേരമായി അവിടെ വേദിയായിരുന്നു. അത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംഘർഷത്തിലെത്തി നിൽക്കുകയാണ്. ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്ന് രജിസ്ട്രാർ ആവശ്യപ്പെട്ടു. അത് സംഘാടകർ അനുവദിക്കാത്തതിനെ തുടർന്ന് അല്ലെങ്കിൽ സംഘാടകർ അതിന് വഴങ്ങാത്തതിനെ തുടർന്നാണ് ഈ രീതിയിലുള്ള സംഘർഷം അവിടെ ഉടലെടുത്തത്. നമുക്ക് BJP നേതാക്കളെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. വലിയ രീതിയിലൊരു സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ നേതാക്കളും ഇടപെടുന്നുണ്ട്. പോലീസും ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഉള്ള പരിപാടിയിൽ ഗവർണർ എത്താനിരുന്ന പരിപാടിയാണ്. ഗവർണർ എത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവർണർ ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അതേസമയം തന്നെ ആ പരിപാടി അവിടെ തുടരാനുള്ള തീരുമാനം വലിയ സംഘർഷത്തിലേക്ക് വഴിവെക്കുകയുമായിരുന്നു. ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി അനുവദിക്കില്ല എന്നതായിരുന്നു SFI എടുത്ത നിലപാട്. അത് സർവകലാശാല ചട്ടങ്ങളുടെ